ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും കുഞ്ഞനുജന്മാരും അനുജത്തിമാരും എല്ലാവരും സ്കൂളിലും കോളേജിലും ഒക്കെ പോയി തുടങ്ങി. നമ്മൾ നല്ല ത്രില്ലിലാണല്ലേ. 10ാം ക്ലാസ് കഴിഞ്ഞു, ഇനി +1 പോകണം. ചിലരൊക്കെ സ്വന്തം സ്കൂളിൽ തന്നെ പോകുന്നവരുണ്ട്. മറ്റു ചിലർ വേറെ ഏതെങ്കിലും സ്കൂളിൽ പോകാൻ തയ്യാറെടുക്കുന്നവരുണ്ട്. ഏത് സ്കൂളിലേക്കാണ് നമ്മൾ ചെന്നപ്പെടുക എന്ന ഒരു ക്യൂരിയോസിറ്റി കൂടി നമുക്കിപ്പോൾ ഈ സമയത്തുണ്ട് അല്ലേ. +1 പുതിയ സ്കൂളിലും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിലും എല്ലാം അഡ്മിഷന് വേണ്ടി അന്വേഷിച്ച് നടക്കുന്ന ഒരു സമയമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഏത് സ്കൂളിലാണ് പഠിക്കാൻ പോകുന്നത് എന്നതിനല്ല നമ്മളിപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. പകരം നമ്മൾക്ക് ഏത് ഓപ്ഷനാണ് വേണ്ടത്, ആ കാര്യത്തിനാണ് നമ്മളിപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നിങ്ങൾക്കറിയാം, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്, ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് ലഭിക്കുന്ന വിഷയം ഏതാണ്, അത് വേണം നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കാനായിട്ട്. നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാം. ഇഷ്ടംപോലെ ഓപ്ഷൻ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് നമുക്കിപ്പോൾ. പക്ഷെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമുക്ക് ഏറ്റവും പഠിക്കാൻ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്, മുന്നോട്ടേക്ക് സഞ്ചരിക്കാൻ, നമ്മുടെ ജീവിതത്തിന് ഒരു കൂട്ടായി നിൽക്കാൻ ഏത് മേഖലയിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്ന് നോക്കി ആ മേഖലയിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്താൻ, നമ്മളെ സഹായിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം. കോമേഴ്സ് ആണെങ്കിൽ അത്, ഹ്യൂമാനിറ്റീസിനോട് ഇഷ്ടമുള്ളവർ അത്, സയൻസ് ആണെങ്കിൽ അത്, ഇനി കമ്പ്യൂട്ടർ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അങ്ങനെ. ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയം അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം, നമ്മൾക്ക് മുന്നോട്ട് പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വിഷയം, അത് ഏതാണോ അതിനായിരിക്കണം നമ്മൾ ഫസ്റ്റ് ഓപ്ഷനായി വെക്കേണ്ടത്. അതിനുശേഷം ആ ഫസ്റ്റ് ഓപ്ഷനിൽ മാക്സിമം എത്ര സ്കൂളുകൾ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്രയും സ്കൂളുകൾ സെലക്ട് ചെയ്ത് വെക്കുക. കഴിയുന്നതും സെയിം ഓപ്ഷൻ, നമുക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. സ്കൂളുകളുടെ എണ്ണം മാത്രം കൂട്ടുക. പല ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കരുത്. അതായത് പല സബ്ജക്റ്റുകൾ, ആദ്യത്തെ ഓപ്ഷനിൽ ഒരു സബ്ജക്റ്റ്, രണ്ടാമത്തെ ഓപ്ഷനിൽ വേറെ സബ്ജക്റ്റ്, അങ്ങനെ തിരഞ്ഞെടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അതാണ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട നല്ലൊരു കാര്യം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച്, നിങ്ങളുടെ ലാപ്പ് ഉപയോഗിച്ച്, നിങ്ങളുടെ കമ്പ്യൂട്ടറിലൂടെ എല്ലാം അലോട്ട്മെൻറ്റിലേക്ക് ചേരാനുള്ള, അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യാനുള്ള അവസരം, നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ സ്വന്തമായി ഉപയോഗിക്കുക. നിങ്ങളുടെ പഠിച്ച സ്കൂളുകളിൽ തന്നെ നിങ്ങൾക്ക് കൗൺസിലേഴ്സ് ഉണ്ട്. അവരുടെ ഹെൽപ്പ് നിങ്ങൾ ആവശ്യപ്പെടുക, അവരുടെ ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കും. സൂക്ഷ്മതയോടുകൂടി അലോട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കുക. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ റിസൾട്ടിൻ്റെ ഇവാലുവേഷൻ ഒന്ന് നോക്കാം. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഹ്യൂമാനിറ്റീസിലെ ഹിസ്റ്ററി സബ്ജക്റ്റ് എത്രമാത്രം കുട്ടികൾ ജയിച്ചു, എത്ര % ഇൻക്രീസ് ഉണ്ടായി അല്ലെങ്കിൽ ഡിക്രീസ് ഉണ്ടായി എന്നതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഹിസ്റ്ററിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് അല്ലേ. ഓക്കെ, ഇനി കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ റിസൾട്ട്, റെഗുലർ സ്കൂളുകളിൽ പോയ കുട്ടികളുടെ മാത്രമാണ് നമ്മളിവിടെ അസസ് ചെയ്യുന്നത്. 3,75,135 പേരാണ് ടോട്ടൽ ഉണ്ടായത്. അതിൽ 3,12,005 കുട്ടികളാണ് പാസ്സായത്. 100% റിസൾട്ട് കിട്ടിയത് 77 സ്കൂളുകൾക്ക് മാത്രമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ഈ ടോട്ടൽ സ്കോറിൽ ഹ്യൂമാനിറ്റീസിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഹ്യൂമാനിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് സബ്ജക്ട്സ് അപ്പോഴും ഉണ്ട്. പക്ഷേ എങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഹിസ്റ്ററിയാണ് എടുക്കുന്നത്. സോ നമുക്ക് ഹിസ്റ്ററിയുടെ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും % എത്രയാണെന്ന് നോക്കാം. നമുക്കറിയാം, കഴിഞ്ഞ വർഷം തന്നെ ഹ്യൂമാനിറ്റീസ് ഏറ്റവും
കുറവ് മാർക്കാണ് ഹ്യൂമാനിറ്റീസിൽ ലഭിച്ചത്. കൂടുതൽ വിജയ ശതമാനം ഉണ്ടായത് സയൻസുകാർക്കായിരുന്നു. ഓക്കെ, പക്ഷേ ഇപ്രാവശ്യവും എങ്ങനെയാണെന്ന് നോക്കൂ. ഇപ്രാവശ്യവും 87.64% മാത്രമേ ഈ വർഷവും വിജയ ശതമാനമുള്ളൂ. കഴിഞ്ഞ വർഷമാണെങ്കിൽ അത് 91.72% ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ തവണയും നമ്മുടെ വിജയ ശതമാനം കുറവാണ് എന്നർത്ഥം. അതായത് കഴിഞ്ഞ വർഷം കുറവായിരുന്നു, അതിനേക്കാൾ കുറവാണ് ഈ വർഷം. സോ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? എന്താണ് സൊല്യൂഷൻ? പഠിക്കുക, അത് മാത്രമേ ഉള്ളൂ നമുക്കൊരു സൊല്യൂഷൻ. വിജയ ശതമാനം വർദ്ധിപ്പിക്കുക, അതിനെന്ത് വേണം? നമ്മൾ കൃത്യമായ ഒരു പഠനത്തിലേക്ക് പോകണം. റിപ്പീറ്റ് ചെയ്ത് റെപ്പറ്റീഷനിലൂടെ പഠിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഞങ്ങൾ തരുന്നതാണ്. ഫ്രീ ക്ലാസ്സുകളാണ് യൂട്യൂബിൽ പ്രൊവൈഡ് ചെയ്യുക. ഇനി ഇതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം. നമുക്ക് 11 തീമുകൾ ഉണ്ട്. നിങ്ങളുടെ ക്ലാസ് അടുത്ത മാസമേ തുടങ്ങുന്നുള്ളൂ, പക്ഷേ നമ്മൾ ഈ മാസം മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ജൂൺ മാസത്തിൽ 2 തീം കവർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജൂലൈ മാസത്തിൽ 3, 4, 5ൻ്റെ പകുതി ഭാഗങ്ങളും, ഓഗസ്റ്റ് മാസത്തിൽ 5, 6, 7 മുഴുവനായും, ദെൻ സെപ്റ്റംബർ മാസത്തിൽ 8, 9 തീമും, ഒക്ടോബർ മാസത്തിൽ 10, 11 തീമുകളും കവർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത്രയും പെട്ടെന്ന് ഈ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടാവും. തീർച്ചയായിട്ടും സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് നമ്മൾ കേട്ടിട്ടില്ല. അതുപോലെ കൃത്യമായ പഠനത്തിലൂടെ നമുക്കെത്താൻ സാധിക്കും. ഇനി ബാക്കിയുള്ള മാസങ്ങളോ, അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് റെപ്പറ്റീഷൻ. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നു. അതിനുള്ള ഒരു പ്ലാനിങ് കൂടി ഞാൻ നിങ്ങൾക്ക് തരുന്നു. എങ്ങനെയാണ് ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഇവാലുവേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. 2 മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവാലുവേഷൻ 1 പ്രകാരം ഒരു അസസ്മെന്റ് സിസ്റ്റവും ഇവാലുവേഷൻ 2 പ്രകാരം ഒരു മോഡൽ എക്സാമും. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്രൈറ്റീരിയ. അസസ്മെന്റ് 1-ൽ ആദ്യം നിങ്ങളെ അസസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ടീച്ചർ തന്നെയായിരിക്കും. അസസ്മെന്റ് 2-ൽ നമ്മുടെ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിൻ്റെ പാനലായിരിക്കും. നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു, നമുക്ക് ഓരോ സബ്ജക്റ്റും ക്ലാസ് എടുക്കാൻ 3ഉം 4ഉം ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ടീച്ചേഴ്സിൻ്റെ അവൈലബിലിറ്റി നമ്മൾ കൃത്യമായി ഉപയോഗിക്കുന്നതാണ്. ഇനി അസസ്മെന്റ് 3 പ്രകാരം ഒരു എക്സ്റ്റേണൽ ഇവാലുവേറ്റർ ആയിരിക്കും നിങ്ങളെ അസസ് ചെയ്യുക. ഇതാണ് ആദ്യത്തെ 3 മാസത്തെ, അതായത് ഒക്ടോബർ ശേഷമുള്ള മാസങ്ങളിലെ ഒരു ക്രൈറ്റീരിയ. അത് കഴിഞ്ഞ് ലാസ്റ്റ് 2 മാസങ്ങൾ നിങ്ങൾക്ക് മോഡൽ എക്സാമിനുള്ള ടൈമാണ്, അതിന് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമാണ്. ആദ്യത്തെ മോഡൽ എക്സാം നടത്തുന്നത് നമ്മുടെ സെൻറ്റർ തന്നെയായിരിക്കും. റിച്ചീസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തെ മോഡൽ എക്സാം നിങ്ങൾക്ക് ഒരു റിസോഴ്സ് പേഴ്സൺ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ലഭിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ മോഡൽ എക്സാമും കോൺഫിഡൻസോടുകൂടി അറ്റൻഡ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു അസസ്മെൻറ്റും ഇവാലുവേഷനൊക്കെ ടീച്ചർമാരുടെ ഭാഗത്തുനിന്നും വച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ആയി എന്ന് കരുതുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ എല്ലാം ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്താണ്? നമ്മുടെ മാക്സിമം ഗ്രോത്ത് ആണ്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുക. പ്രത്യേകിച്ചും ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് നിങ്ങൾക്ക് IAS-ൻ്റെ ഒരു ട്രെയിനിങ്ങും ഇതോടൊപ്പം നൽകാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രിലിമിനറി ഉള്ള ട്രെയിനിങ് +1 ഫസ്റ്റ് ഇയറിന് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് കോഴ്സിനോടൊപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു അവൈലബിലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോണസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി.